കർണാടകയിലെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ലോറി പുഴയിൽ വീണിട്ടില്ല എന്നാണ് വ്യക്തമായത്. ലോറിയുടെ GPS സിഗ്നൽ ലഭിച്ചതായും രക്ഷാപ്രവർത്തകർ പറയുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ അർജുനൻ്റെ തിരിച്ചുവരവിന് വേണ്ടി. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം തുടരുകയാണ്. നേവിയുടെ പരിശോധനയിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി നദിയുടെ അടിത്തട്ടിൽ ഇല്ലെന്ന് സ്ഥിരീകരിച്ചു. മണ്ണിനടിയിൽ ലോറി ഉണ്ടോ എന്നാണ് സംശയം. ഇത് കണ്ടെത്താൻ മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ച് പരിശോധന നടത്തുമെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു. മെറ്റൽ ഡിറ്റക്ടറുകൾ ചിത്രദുർഗയിൽ നിന്നും മംഗളൂരുവിൽ നിന്നും കൊണ്ടുവരും. റോഡിലേക്ക് ഇടിഞ്ഞ മണ്ണിനടിയിൽ ലോറി ഉണ്ടാകുമെന്നാണ് അർജുൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ. ലോറിയുടെ GPS ലൊക്കേഷൻ മണ്ണിൻ അടിയിലാണ് ഏറ്റവും ഒടുവിലായി കാണിച്ചിരുന്നത്. നേവി ഡൈവർമാർക്ക് പുറമെ 100 അംഗ NDRF സംഘമാണ് മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുന്നത്. ADGP R സുരേന്ദ്രയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ജൂലൈ 16 രാവിലെയാണ് കൂറ്റൻ മണ്ണിടിച്ചിലിൽ പ്രദേശമാകെ തകർന്നത്. GPS ലൊക്കേഷൻ വഴി പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 4 ദിവസമായി മണ്ണിനടിയിലാണ് മരം കയറ്റി വന്ന ലോറി കിടക്കുന്നത്. എന്നാൽ ഓഫായിരുന്ന അർജുനൻ്റെ ഫോൺ ഇന്നലെയും ഇന്നും റിംഗ് ചെയ്യുന്നതിൻ്റെ പ്രതീക്ഷയിലാണ് കുടുംബം. അപകടത്തിൻ്റെ വാർത്തകൾ കേട്ടതിന് പിന്നാലെ GPS പരിശോധിച്ചപ്പോഴാണ് അർജുൻ്റെ KA 15A 7427 എന്ന മരം കയറ്റി വരികയായിരുന്ന ലോറിയും മണ്ണിനടിയിലാണെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം കുടുംബം അറിയുന്നത്. തുടർന്ന് ബന്ധുക്കളിൽ ചിലർ അങ്ങോട്ട് പോയി വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെ രക്ഷാപ്രവർത്തകർ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. അനിശ്ചിതത്വത്തിൻ്റെയും തിരാസങ്കടങ്ങളുടെയും പെരുമഴയത്താണ് 4ാം ദിവസവും കൈക്കുഞ്ഞിറങ്ങിയ അർജുൻ്റെ കുടുംബം. 2 ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നെങ്കിലും ഇന്നലെ രാവിലെ ഭാര്യ കൃഷ്ണപ്രിയ വിളിച്ചപ്പോൾ ഫോൺ ബെല്ലടിച്ചു. ഇതോടെ പ്രതീക്ഷകൾ മുളപൊട്ടുകയായിരുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയെങ്കിലും അർജുൻ ഉറപ്പായും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കുടുംബത്തിൽ ലഭിച്ച ഉറപ്പായിരുന്നു ആ ബെല്ലടി. ഹൃദയം നുറുങ്ങുന്ന വേദനകൾക്കിടയിലും പ്രതീക്ഷ വീണ്ടും സജീവമാക്കി ഇന്ന് രാവിലെ മണ്ണിനടിയിൽ കിടക്കുന്ന ലോറിയിൽ നിന്നും വീണ്ടും അർജുൻ്റെ ഫോൺ റിംഗ് ചെയ്തു. ഈ മാസം 8-നാണ് മരത്തിൻ്റെ ലോഡ് കൊണ്ടുവരുവാനായി അർജുൻ കർണാടകയിലേക്ക് പോയത്. കുടുംബത്തിൻ്റെ അത്താണിയായ അർജുന് പനവേൽ കന്യാകുമാരി ദേശീയപാത സുപരിചിതമാണ്. മണ്ണും കല്ലും കടക്കാൻ ഇടയില്ലാത്ത തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏറെയുള്ള ക്യാബിനാണ് വാഹനത്തിലുള്ളത്. രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ തടസ്സപ്പെട്ടെങ്കിലും പ്രതിസന്ധികളെല്ലാം മറികടന്ന് അസാധാരണ മനക്കരുത്തോടെ അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് കുടുംബത്തിൻ്റെയും ഒരു നാടിൻ്റെയും പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.